ഹലോ. ഡിഫെൻഡിംഗ് ചാമ്പ്യന്മാരായ ആർ.സി.ബി സോഫാ ടൂർണമെന്റിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അവരാകെ ഒരു കളി തോറ്റത് ഇത്തവണ അതിലും കുറച്ചുകൂടി കൺസിസ്റ്റന്റ് ആയിട്ട് അല്ലെങ്കിൽ മികച്ച രീതിയിൽ കളിക്കുന്ന രാജസ്ഥാൻ റോയൽസിനെതിരെയാണ്. അപ്പോൾ ആ തോറ്റ കളി പോലും തുടക്കത്തിൽ അതായത് ഒരു 6 വിക്കറ്റ് 90 ഓഡ് സ്കോറിൽ ഡൗൺ ആയിട്ട് പോലും അവർ 200 അടുത്ത് അടിച്ചെടുത്തു. ആ തോക്കാനുള്ള ഒറ്റ കാരണം വൈഭവ് സൂര്യവംശിയുടെയും ധ്രുവ് ജുറലിൻ്റെയും ഇന്നിങ്സുകൾ കൊണ്ട് മാത്രമാണ് അൺഫോർച്ചുനേറ്റ്ലി ആർ.സി.ബിക്ക് ആ കളി തോറ്റത്. അപ്പം എല്ലാം നോക്കിക്കഴിയുമ്പം നമുക്കറിയാം ഈ കളിച്ച കളികളിലെല്ലാം വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലെയറിന്റെ പെർഫോമൻസ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറയുന്ന മറ്റാരുമല്ല, ഇവിടുത്തെ നമ്മുടെ ആർ.സി.ബിയിലെ ടീമിലെ പല സൂപ്പർ താരങ്ങളുടെയും നിഴലിൽ പലവട്ടവും അകപ്പെട്ടു പോയ ഒരു മനുഷ്യൻ, അതായത് ആർ.സി.ബിയുടെ സ്വന്തം ക്യാപ്റ്റൻ ഇപ്പോഴത്തെ നമ്മുടെ രജത് പട്ടീദാർ. അപ്പം പുള്ളി ഈ ടൂർണമെന്റിൽ സോഫാർ വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് വളരെ മികച്ച ഇന്നിങ്സുകളാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ആദ്യത്തെ കളിയിലാകട്ടെ പുള്ളി ഒരു ക്വിക്ക് ഫയർ 12 ബോളിൽ 31 റണ്ണ് അങ്ങനെ എന്തോ അടിച്ചു. രണ്ടാമത്തെ കളിയിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 19 ബോളെ 48 നോട്ട് ഔട്ട്. പിന്നെ മൂന്നാമത്തെ കളി 40 ബോളിൽ 63. അപ്പോൾ ആ മൂന്നാമത്തെ കളി എന്ന് പറയുന്നത് രാജസ്ഥാനെതിരെയാണ്. അപ്പം അവിടെ തുടക്കത്തിൽ കുറേ വിക്കറ്റ് പോയി, എന്നിട്ടും കൺസിസ്റ്റന്റ് ആയിട്ട് സ്കോർ റേറ്റ് ഉയർത്തിക്കൊണ്ടിരുന്നു പുള്ളി. അപ്പോൾ ആ ഒരു കളിയിലാണ് പുള്ളി 40 ബോളിൽ 63 റൺ അടിച്ചിരിക്കുന്നത്. പിന്നെ ഇന്നലെ നടന്ന കളിയിൽ നമുക്കറിയാം, പുള്ളി വന്നിട്ടൊരു ക്യാപ്റ്റൻസ് നോക്ക് എന്നൊക്കെ പറയുന്ന പോലെ ഒരു ബ്ലൈൻഡർ ആയിട്ടുള്ള ഇന്നിങ്സ് ആണ് പുള്ളി കളിച്ചത്. എവിടെ എറിഞ്ഞു കഴിഞ്ഞാലും എങ്ങോട്ട് എറിഞ്ഞു കഴിഞ്ഞാലും അടിപൊളി ഷോട്ടുകളൊക്കെ ആയിട്ട് 6ഉം 4 തന്നെ. ഹി വാസ് ഡീലിംഗ് ഓൺലി ഓൺ ബൗണ്ടറീസ് ലിറ്ററലി. അപ്പം അങ്ങനെ ഒരു മനുഷ്യൻ, ആക്ച്വലി അങ്ങനെ ഒരു പ്ലെയർ എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് ഇപ്പോഴത്തെ ഈ വൈഭവ് സൂര്യവംശിയുടെ വേവ് ട്രെൻഡിങ്, പിന്നെ ജയ്സ്വാളിനെ പറ്റി കുറച്ച് ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതിൻ്റെ എല്ലാ ഇടയിൽ ഒരു ബഹളങ്ങളൊന്നും ഇല്ലാണ്ട് സ്വന്തം ടീമിന് വേണ്ടി മികച്ച പ്രകടനങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്ലെയറാണ്, ഒരു അണ്ടർ റേറ്റഡ് പ്ലെയറാണ് നമ്മുടെ രജത്ത്. അപ്പം എന്താ പറയുന്നത്, പുള്ളി ഇടയ്ക്ക് ഇന്ത്യൻ ടീമിലേക്ക് ഒന്ന് സെലക്ട് ആയി, പക്ഷേ ഉദ്ദേശിച്ച ഒരു പ്രകടനം കാഴ്ചവെക്കാൻ പറ്റിയില്ല. പിന്നെ ഇടയ്ക്ക് പരിക്ക് കാരണം പുറത്തു പോയി. അപ്പം അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളോട് എന്താ പറയുന്നത് സ്ട്രഗിൾ ചെയ്ത് പുള്ളി ഈ ഒരു സീസണിലേക്ക് എത്തിയതാണ്. അതിൻ്റെ ഇടയ്ക്ക് കഴിഞ്ഞ ലാസ്റ്റ് സീസണിൽ മധ്യപ്രദേശിനെ പുള്ളി സയ്യിദ് മുസ്താഖ് അലി ട്രോഫിയിലാന്ന് തോന്നുന്നു പുള്ളി ക്യാപ്റ്റനായിട്ട് കപ്പടിപ്പിച്ചു. അപ്പം അങ്ങനെയെല്ലാം ഓരോ രീതിയിലുള്ള ഓരോ സ്ട്രഗിളും പ്രകടനങ്ങളും ബാക്ക് ടു ബാക്ക് പ്രകടനങ്ങൾ നടത്തിയിട്ടാണ് പുള്ളി ഇത്തവണ ആർ.സി.ബിയിലേക്ക് എത്തിയിരിക്കുന്നത്. നമുക്കറിയാം ആർ.സി.ബിയിലെ മെയിനായിട്ട് ഇപ്പം ഒരു പ്ലെയർ ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും കാണാൻ പറ്റുന്ന ഒരു പേരാണ് കോഹ്ലി. പിന്നെ വിരമിച്ച പ്ലേയേഴ്സ് ആണെങ്കിൽ പോലും എ.ബി. ഡിവിലിയേഴ്സ്, അങ്ങനെ കുറേ ലിസ്റ്റ് ഓഫ് ഐക്കോണിക് പ്ലേയേഴ്സിൻ്റെ ഇടയിൽ കഴിഞ്ഞ സീസണിൽ ആർ.സി.ബിക്ക് കപ്പ് നേടിക്കൊടുത്തിട്ടും എനിക്ക് തോന്നുന്നില്ല ഇവൻ ഫാൻസിൻ്റെ ഇടയിലും രജത് പട്ടീദാറിന് ആ ഒരു അർഹിക്കുന്ന ഒരു പിന്തുണ അല്ലെങ്കിൽ ആരാധകരുടെ ഒരു എന്താ പറയുന്ന ഒരു ബാക്കിങ് ഉണ്ടായിട്ടതായിട്ട് കാണുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അപ്പം ഞാൻ പറയുവാണെങ്കിൽ രജത് പട്ടീദാറാണ് സോഫാർ ഒരു അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ആർ.സി.ബിയുടെ ഒരു ടോപ്പ് പെർഫോമർ എന്ന് എനിക്ക് പറയാൻ പറ്റുന്ന ഒരു പ്ലെയർ. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിരാട് കോഹ്ലിയുടെ ഒരു ഹാർഡ് കോർ ഫാനൊക്കെയാണ്, പക്ഷേ പുള്ളിയുടെ ആ ഒരു ഒറയിൽ ആ ഒരു സ്റ്റാർ ഇതിൻ്റെ മുന്നിലും രജത് പട്ടീദാർ നല്ല സ്വന്തം പ്രകടനം കൊണ്ട് പുള്ളി പിടിച്ചു നിൽക്കുകയാണ്. അപ്പം ഇന്നലെ നമ്മുടെ കോഹ്ലി സ്ട്രഗിൾ ചെയ്ത ഒരു ടൈമിലാണെങ്കിലും പട്ടീദാർ വന്ന ഒരറ്റത്ത് നിന്ന് എന്താ പറയുന്ന ഒരു എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഇന്നിങ്സ് കളിച്ചതുകൊണ്ടാണ് ആക്ച്വലി ഇന്നലെ നല്ലൊരു സ്കോർ കിട്ടാനും ബാക്കി വരുന്നവർക്കെല്ലാം നന്നായിട്ട് അതിൻ്റെ കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യാനും പറ്റിയത്. അപ്പോൾ പേഴ്സണലി എനിക്ക് ഇത്തവണ ആർ.സി.ബിന്ന് ഫേവറേറ്റ് ആയിട്ടൊരു കളിക്കാരനാണ് രജത് പട്ടീദാർ. എന്തായാലും എല്ലാ സീസണിലും പുള്ളി തുടക്കത്തിൽ ഇതുപോലെ നല്ല മികച്ച ഇന്നിങ്സിൽ കളിച്ചിട്ട് ലാസ്റ്റ് ആകുമ്പോഴത്തേന് പുള്ളിയുടെ ആ ഒരു ഫ്യൂവൽ തീർന്നു പോകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പം ഈ ഒരു സീസണിൽ പുള്ളി നന്നായിട്ട് തന്നെ ടൂർണമെന്റിൽ ഉടനീളം കളിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ ടീമിലേക്കൊരു തിരിച്ചുവരവും അതിവിദൂരമല്ല. എന്തായാലും നമുക്ക് ബാക്കിയുള്ള മത്സരങ്ങൾ നോക്കാം. താങ്ക് യു.